എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഏകദേശം ധാരണ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത്തരം ജില്ലി ഇങ്ങനെ ഡ്രാമ കാണിച്ച് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഈ ഒരു സീസണിൽ ജാസ്മിന് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ അതിശയമൊന്നുമില്ല കേട്ടോ. കാര്യം നമ്മൾ ഫ്രം ദി ബിഗിനിങ് തന്നെ അവർ കാണിച്ച ഷോയുടെ ഭാഗത്തുനിന്ന് കാണിച്ച ഒരു ഫേവററ്റിസം കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. ഞാൻ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നല്ല രീതിയിൽ വിറ്റ് പോകുന്നൊരു പ്രൊഡക്റ്റ്, ഓക്കെ, ആ ഒരു സാധനം നമ്മൾ മാക്സിമം മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ എന്ത് പറയണ്ട അതിൻ്റെ സെയിൽ കൂട്ടാനേ നോക്കത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ആ ഒരു സാധനം നശിപ്പിച്ച് കളയാനായിട്ട് ഒരിക്കലും നോക്കത്തില്ല. അതിൻ്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു വ്യക്തി. കാര്യം ഈ ഒരു ഷോ ഇത്രയും ഹിറ്റാക്കിയത് ഇവരുടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റിയാണ്. പ്രത്യേകിച്ച് ഗബ്രിയുടെ ആയാലും ജാസ്മിൻ്റെ ആയാലും ആ നെഗറ്റിവിറ്റിയിലൂടെ ഈ ഷോയുടെ റേറ്റിങ്ങും കൂടി ഭയങ്കരമായിട്ട് പോയി. പിന്നെ നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാരെയും എടുത്ത് പുറത്താക്കി. സിബിനൊക്കെ പറഞ്ഞ സീൻ കേട്ടല്ലോ, അതായത് ജാസ്മിനെ പ്രണയിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. എന്തിനാണ് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തോ. അതേപോലെ തന്നെ അഭിഷേക് ജയദീപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. LGBTQ റെപ്രസെൻറ്റേറ്റീവ് അല്ല അഭിഷേക് ബിഗ് ബോസിൽ പോകുന്നതെന്ന് വ്യക്തമായിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അവർ സ്റ്റാർട്ടിങ് ഇൻട്രോയിൽ തന്നെ അവരത് എഴുതി കൊടുത്ത് മനഃപൂർവ്വം അത് പറയിപ്പിച്ചു എന്നാണ് ഈ പറയുന്ന അഭിഷേകം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലിറ്ററലി ബാക്കിയുള്ളവർ മണ്ടന്മാരാകുവാണ് അല്ലേ. ഇപ്പോൾ സിബിൻ പലവട്ടവും ഇത് വന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സിബിൻ എന്തിനാണ് ഈ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ വന്നും പോയി എപ്പോഴും ഇങ്ങനെ പറയുന്നത്. കാര്യം സിബിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തുള്ള ജെനുവിനിറ്റി അവനത് പ്രൂവ് ചെയ്യണമെന്നുണ്ട്. പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം അവന് ഒരു നെഗറ്റീവ് ഇമേജാണ് പകുതി ആൾക്കാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സിബിനെ പറ്റിയിട്ട്. സിബിൻ അവിടുന്ന് ക്യൂട്ട് ചെയ്യാനെടുത്തൊരു ഡിസിഷൻ തീർച്ചയായിട്ടും അതിനകത്തോട് നമ്മൾ യോജിക്കുന്നില്ല. അത് വളരെ തെറ്റായിപ്പോയി. പക്ഷേ പുള്ളിക്കാരന് കയറണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും പിന്നെ അവരത് കേട്ടിയില്ല. അതിനെയൊക്കെ പറ്റിയിട്ടുള്ള വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നടന്നത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.